നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പതിവ് പോലെ ഈ ക്ലാസ്സിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് where there is a will dash. ഇതൊരു പ്രൊവേർബുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ എങ്ങനെ ആയിരിക്കും പറയുക? where there is a will there is a way എന്നാണ്. where there is a will there is a way എന്നാണ്. ഇവിടെ there a way എന്ന് കിടപ്പുണ്ട്, അതുപോലെ തന്നെ ഇവിടെ there is a way എന്നും കിടപ്പുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ കണ്ണ് ഇവിടെ പോയി നമ്മൾ സി അങ്ങ് മാർക്ക് ചെയ്യും. അപ്പൊ ശ്രദ്ധിച്ച് വായിക്കണം. നമ്മൾ ഇവിടെ ഈസ് ഇല്ല, അപ്പൊ ഇവിടെ പക്ഷെ ഈസ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് ആണ്. there is a way. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, where there is a way. where there is a will there is a way. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. the thief dash by the back door. കള്ളൻ പിൻവാതിലൂടെയാണ് വന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വരിക, എത്തിച്ചേരുക എന്നൊക്കെ അർത്ഥം വരുന്ന എന്താണ് ഫ്രേസൽ വെർബാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഗോട്ട് അപ്പ് ആണോ, ഗോട്ട് അറ്റ് ആണോ, ഗോട്ട് എവേ ആണോ, ഗെറ്റ്സ് അപ്പ് ആണോ? അപ്പോൾ ഏതായിരിക്കും? ഗോട്ട് അറ്റ് ആയിരിക്കും. ഗെറ്റ് അറ്റിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഗോട്ട് അറ്റ്. ഓക്കെ, അപ്പോൾ ദ തീഫ് ഗോട്ട് അറ്റ് ബൈ ദ ബാക്ക് ഡോർ എന്നാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ വേർഡ് ഈസ് റോങ്ലി സ്പെൽഡ്. ഇത് കൊടുത്തിരിക്കുന്നതിൽ ഏത് വാക്കാണ് തെറ്റായിട്ട് സ്പെല്ലിംഗ് കൊടുത്തിരിക്കുന്നത്? മാഗ്നിഫിസന്റ്, റുമാറ്റിസം, ബ്യൂറോ, പെർസെവറൻസ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇവിടെ ഒന്നും കുഴപ്പം കാണുന്നില്ല. പക്ഷെ ഈ പറയുന്ന വാക്കിലുണ്ട്. ഏതാ? മാഗ്നിഫിസന്റ് എന്ന് പറയുന്നതിനകത്ത് ഇവിടെ എന്താ സംഭവം? ഈ സിക്ക് തീർച്ചയായും ഒരു ഐ വന്നു. അങ്ങനെ ആവശ്യമില്ല. സിക്ക് ശേഷം ഒരു ഐയുടെ ആവശ്യം ഇല്ല. സിക്ക് ശേഷം ENT എന്ന് പറഞ്ഞാൽ മതി. മാഗ്നിഫിസന്റ്. അപ്പൊ ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത് ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം എന്താണ്? ഡോഗ് ഈസ് ടു പപ്പി ആസ് ഗോട്ട് ഈസ് ടു ഡാഷ്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഡോഗിന്റെ യങ് വൺ ആണ് പപ്പി. അതേപോലെ ഗോട്ടിന്റെ യങ് വൺ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ലാംബാണോ, കിഡാണോ, കിറ്റൺ ആണോ, പബ്ബാണോ? ഏതായിരിക്കും? ലാംബ് ആയിരിക്കും. ഇതാണ് ലാംബ്. ഓക്കെ, അപ്പൊ ഡോഗ് ഈസ് ടു പപ്പി ആസ് ഗോട്ട് ഈസ് ടു ലാംബ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് എൻകറേജ്ഡ്. എൻകറേജ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കറേജ്ഡ് ആണോ, ഇൻകറേജ്ഡ് എന്നാണോ, ഡിസ്കറേജ്ഡ് എന്നാണോ, ഓഫ് കറേജ്ഡ് ആണോ? ഇത് എളുപ്പമാണ്. ഡിസ്കറേജ്ഡ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അതാണ് ഡിസ്കറേജ്ഡ്. അപ്പം ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് എൻകറേജ്ഡ് ഈസ് ഡിസ്കറേജ്ഡ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ചെമ്പ്ര ഹിൽസ് ഈസ് വൺ ഓഫ് ഡാഷ് ബ്യൂട്ടിഫുൾ പ്ലേസസ് ഇൻ കേരള. ഇതിനെ പറയുമ്പോൾ തന്നെ വൺ ഓഫ് വരുമ്പോഴത്തന്നെ നമുക്ക് ദ വരും. ഓക്കെ, വൺ ഓഫ് ദ നമ്മൾ അറിയാതെ തന്നെ വരും. അത്ര ഓക്കെയാണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ ദ ഉള്ള ഭാഗം നോക്കിയാൽ മതി. നോക്കുമ്പോൾ ഇവിടെ ബിയും ഡിക്കകത്ത് എന്തുണ്ട്? ദ ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വൺ ഓഫ് ദ അല്ലെങ്കിൽ വൺ ഓഫ് ദക്ക് ശേഷം പിന്നെ വരേണ്ടത് അല്ലെങ്കിൽ ദായ്ക്ക് ശേഷം എപ്പോഴും വരേണ്ടത് എന്തായിരിക്കും? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിരിക്കണം. അതാണ് മോസ്റ്റ്. അപ്പൊ ദ മോസ്റ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ചെമ്പ്ര ഹിൽസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ് ഇൻ കേരള എന്നാണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ പറയുന്ന ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. രാമു ഡാഷ് നത്തിങ് അറ്റ് ആൾ. രാമു ഈസ് ഡൂയിങ് നത്തിങ് അറ്റ് ആൾ എന്നാണോ, അതോ ഈസ് നോട്ട് ഡൂയിങ് എന്നാണോ, ഡിഡിന്റ് ഡു ആണോ, ഡൂയിങ് ആണ്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നത്തിങ് എന്ന് പറയുന്ന നെഗറ്റീവ് വേർഡ് വന്നു. നത്തിങ് എന്നൊരു നെഗറ്റീവ് വേർഡ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു നെഗറ്റീവ് വേർഡിന്റെ ആവശ്യമില്ല. അപ്പൊ നോട്ട് എന്നുള്ള ഭാഗം നമുക്ക് കളയാം. നോട്ടോ അല്ലെങ്കിൽ നോട്ടിന്റെ ചെറിയതുമായ ഇൻറ്റോ ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇവിടെ നോട്ട് ഉണ്ട്, ഇവിടെ നമുക്ക് ഡിഡിന്റ് എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ട് നെഗറ്റീവ് ആണ്. അപ്പൊ ഇത് നമുക്ക് വേണ്ട. ഇനി നമ്മുടെ കയ്യിലുള്ളത് എയും ഡിയുമാണ്. ഈസ് ഡൂയിങ് ആണോ, ഡൂയിങ് ആണോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഡൂയിങ് എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല? ഒരു ടെൻസ് ഫോം ഇല്ല. ദാറ്റ് മീൻസ് ഒരു സഹായക്രിയ ഇല്ല. അപ്പൊ സഹായക്രിയുള്ള വെർബാണ് ഇവിടെ വരേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഏതാ? ഈസ് ഡൂയിങ് ആണ്. ഏതാണ്? ഈസ് ഡൂയിങ്.
അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പം രാമു ഈസ് ഡൂയിങ് നത്തിങ് അറ്റ് ആൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ഒരു ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ നോക്കുമ്പോൾ ലെറ്റസിലാണ് തുടങ്ങിയിരിക്കുന്നത്. ലെറ്റസിന്റെ ഷോർട്ട് ഫോമാണ് ലെറ്റ്സ്. അപ്പോൾ ആ ലെറ്റസിൽ തുടങ്ങുന്ന ഒരു സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും എങ്ങനെ ആയിരിക്കും? ഷാൾ വി എന്നായിരിക്കും. ഇതായിരിക്കും ഷാൾ വി. എന്നാൽ ലെറ്റസ് തുടങ്ങുന്ന ഒരു വാക്കിന് ശേഷം ഏറ്റവും അവസാനം പ്ലീസ് എന്ന് കണ്ടാലോ നമുക്ക് വിൽ യു ഉപയോഗിക്കാം. ഇവിടെ തന്നെ ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് പ്ലീസ് എന്നായിരുന്നെങ്കിൽ നമ്മളവിടെ വിൽ യു ആണ് ക്വസ്റ്റ്യൻ ടാഗിട്ട് വരിക. എന്നാൽ ഇവിടെ പ്ലീസ് എന്ന് പറയുന്ന വാക്കില്ലാത്തതുകൊണ്ടും ലെറ്റസിൽ തുടങ്ങുന്നത് കൊണ്ടും നമുക്കിവിടെ ആൻസർ ആയിട്ട് എന്ത് എഴുതാം? ഷാൾ വി എഴുതാം. ഓക്കെ, അടുത്ത ചോദ്യം. ദീസ് ആർ ഡാഷ് ബെസ്റ്റ് കളക്ഷൻ ഓഫ് ബുക്സ് ഐ ഹാവ്. ഇവിടെ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എ ആണോ ദായാണോ ആനാണോ? ഈ എ ഫ്യൂ വെറുതെ തന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ബെസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി വന്നു. അങ്ങനെ ആകുമ്പോൾ അതിന്റെ മുന്നിൽ എന്റെ വരാവും? ദായാണ് വരേണ്ടത്. ദ ബെസ്റ്റ് എന്നേ നമ്മൾ പറയത്തുള്ളൂ. അപ്പൊ ഇവിടെ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ദീസ് ആർ ദ ബെസ്റ്റ് കളക്ഷൻ ഓഫ് ബുക്സ് ഐ ഹാവ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്? മൈ ബ്രദർ ഈസ് ഗോയിങ് ഡാഷ് എന്ന് വെച്ചാൽ എൻ്റെ സഹോദരൻ വിദേശത്ത് പോകുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് എബോർഡാണോ എബ്രോഡാണോ ഫോറിൻ കൺട്രി ആണോ? നമുക്കിവിടെ ഫോറിൻ കൺട്രി എന്ന് എഴുതാമായിരുന്നു. പക്ഷേ ഇവിടെ എന്ത് വേണം? ഗോയിങ് ടു എന്നൊരു സംഭവമാണ്. അത് ടു ഉണ്ടായിരുന്നെങ്കിൽ ഫോറിൻ കൺട്രി എന്ന് പറയാൻ പാടില്ല. പക്ഷെ അവിടെ ടു ഇല്ല. അതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് ഏതാണ്? എബ്രോഡാണ്. എന്താണ്? എബ്രോഡ്. ഓക്കെ, അപ്പോൾ മൈ ബ്രദർ ഈസ് ഗോയിങ് എബ്രോഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹി ടോൾഡ് മീ ദാറ്റ് ഹി ഡാഷ് വിസിറ്റ് UK നെക്സ്റ്റ് ഇയർ. അപ്പോൾ ടോൾഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസിൽ നടന്ന ഒരു സംഭവമാണ്. അങ്ങനെ നമ്മൾ ഇവിടെ നമുക്ക് പാസ്റ്റ് ടെൻസിലെ ഒരു സഹായക്രിയയാണ് വരേണ്ടത്. ഇവിടെ നോക്കാം, വില്ലും ക്യാനും മേയും പാസ്റ്റ് ടെൻസിൽ പെടുന്നതല്ല. ഓക്കെ, പിന്നെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നതാണ് വില്ലിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വുഡ് ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ വുഡ് ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ എന്താണ്? ഹി ടോൾഡ് മീ ദാറ്റ് ഹി വുഡ് വിസിറ്റ് UK നെക്സ്റ്റ് ഇയർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം എന്താണ്? ടു മേക്ക് കേബിൾ എന്ന് വെച്ചാൽ പ്രാപ്തനാക്കുക എന്ന് പറയുന്ന വാക്കിന്റെ ഒറ്റ വാക്കാണ് ചോദിക്കുന്നത്. വൺ വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് എബിലിറ്റി ആണോ, ഡിസേബിൾ ആണോ, കപ്പാസിറ്റി ആണോ, ഇനേബിൾ ആണ്? അതേതായിരിക്കും? ഇനേബിൾ ആണ്. ടു മേക്ക് കേബിളിന്റെ ഒറ്റ വേർഡ് ഏതായിരിക്കും? വൺ വേർഡ് എന്തായിരിക്കും? ഇനേബിൾ എന്നാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഹിസ് ഈഗർനെസ് ടു നോ ഈസ് സൂപ്പർ. ദ ഈഗർനെസ് ടു നോ അറിയാനുള്ള ആഗ്രഹം. അപ്പൊ അതിനെ നമ്മൾ ആകാംക്ഷ എന്ന് പറയും, അല്ലെങ്കിൽ ജിജ്ഞാസ എന്ന് പറയും. അപ്പൊ അതിന്റെ ഇംഗ്ലീഷാണ് ചോദിച്ചിരിക്കുന്നത്. ക്യൂരിയോസിറ്റി ആണോ, എബിലിറ്റി ആണോ, ഫോർട്ടിറ്റ്യൂഡ് ആണോ, മെർത്ത് ആണോ? അതായിരിക്കും ക്യൂരിയോസിറ്റി ആണ്. അതാണ് ക്യൂരിയോസിറ്റി. അപ്പൊ ഹിസ് ഈഗർനെസ് ടു നോ ഈസ് സൂപ്പർ എന്ന് പറയുമ്പോൾ ഈഗർനെസ് ടു നോയുടെ വൺ വേർഡ് ക്യൂരിയോസിറ്റി ആണ്. ഇനി ഡാഷ് ഈസ് എ ഗുഡ് എക്സസൈസ്. അപ്പൊ ഇത് ജെറണ്ടുമായി ബന്ധപ്പെട്ട സംഭവമാണ്. വാക്കാണോ, വാക്കിംഗ് ആണോ, വാക്ക്ഡ് ആണോ, വാക്കർ? അത് നടത്ത നല്ലൊരു എക്സസൈസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നടത്ത എന്ന് പറയുമ്പോൾ അതൊരു വെർബല്ല, പിന്നെ എന്താണ്? വെർബൽ നൗൺ ആണ്, ഒരു ക്രിയാനാമമാണ്. ആ ക്രിയാനാമത്തെ അങ്ങനെയുള്ളെങ്കിൽ വെർബൽ നൗണിനേക്കാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്. ജെറണ്ട് എന്ന് വെച്ചാൽ ING ഫോം. അപ്പൊ ഇവിടെ വാക്കിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇറ്റ് ഈസ് പ്ലസന്റ് ഡാഷ് ചിൽഡ്രൻ പ്ലേ എന്നുവെച്ചാൽ കുട്ടികൾ കളിക്കുന്നത് കാണാൻ സന്തോഷകരമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈസ് വാച്ചിങ് ആണോ, വാച്ച്ഡ് ആണോ, ടു വാച്ച് ആണോ, വാച്ച് ആണ്? അപ്പം കാണാൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ടു വാച്ച് ആണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് പ്ലസന്റ് ടു വാച്ച് ചിൽഡ്രൻ പ്ലേയിങ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. നേരത്തെ നോക്കുമ്പോൾ വിൽ യു വെയിറ്റ് ഡാഷ് ഐ കംപ്ലീറ്റ് ദിസ് വർക്ക്. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? വിൽ യു വെയിറ്റ്, നിങ്ങൾ കാത്തു നിൽക്കുമോ, ഡാഷ് ഐ കംപ്ലീറ്റ് ദിസ് വർക്ക് എന്ന് വെച്ചാൽ ഞാൻ ഈ ജോലി പൂർത്തീകരിക്കുന്നിടം വരെ നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുമോ എന്നാണ് ചോദ്യം. അപ്പൊ വരെ എന്നർത്ഥം വരുന്ന സംഭവമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇവിടെ സ്റ്റില്ലാണോ, വെന്നാണോ, ടില്ലാണോ, വേറാണോ? ഇപ്പൊ വരെ എന്നർത്ഥം വരുന്നത് ഏതൊക്കെയാ? അണ്ടിലും ടില്ലുമാണ്. എന്തൊക്കെ? അണ്ടിൽ പിന്നെ ടിൽ. ഇതാണ് വരെ എന്നുള്ള രീതിയിൽ പറയുക. അപ്പൊ ഇവിടെ
ടിൽ ഇവിടെ എന്താണ് തന്നിട്ടുണ്ട്, ടിൽ തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് എഴുതാം. അപ്പൊ അങ്ങനെ വരും, വിൽ യു വെയിറ്റ് ടിൽ ഐ കംപ്ലീറ്റ് ദിസ് വർക്ക് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം എന്താണ്? റെക്രിയേഷൻ ഈസ് സിമിലർ ടു ഡാഷ്. റെക്രിയേഷൻ എന്ന് പറയുന്നത് എന്തുമായി അതിന്റെ അർത്ഥമാണ്, അത് എന്തിനോട് സാദൃശ്യമുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമ്യൂസ്മെന്റ് ആണോ, എൻകറേജ്മെന്റ് ആണോ, ഹാപ്പിനെസ് ആണോ, എൻതൂസിയാസം? റിക്രിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വിനോദം എന്ന അർത്ഥത്തില്ല. അപ്പൊ വിനോദം എന്ന അർത്ഥത്തിൽ വരുന്നതാണ് അമ്യൂസ്മെന്റ് ആണ്. എന്താണ്? അമ്യൂസ്മെന്റ്. ഓക്കെ, റിക്രിയേഷൻ ഈസ് സിമിലർ ടു അമ്യൂസ്മെന്റ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? മൈ ഫ്രണ്ട് ഡാഷ് വെൻ ഹി ഹെയർഡ് ദ ന്യൂസ്. അവൻ ആ വാർത്ത കേട്ടപ്പോൾ എൻ്റെ സുഹൃത്ത് എന്ത് ചെയ്തു? ഞെട്ടി എന്നാണ്. അപ്പൊ അങ്ങനെ അസ്റ്റോണിഷ്ഡ് എന്നാണോ, വേർ അസ്റ്റോണിഷ്ഡ് എന്നാണോ, വാസ് അസ്റ്റോണിഷ്ഡ് ആണോ, അസ്റ്റോണിഷ്മെന്റ് ആണോ? നമ്മൾ ഈ അസ്റ്റോണിഷ്ഡ് എന്ന് പറയുന്ന വാക്ക് പാസീവ് ഫോമിൽ ഉപയോഗിക്കത്തുള്ളൂ. അസ്റ്റോണിഷ് എന്ന് പറയുന്ന വെർബ് മനസ്സിലാക്കുക. അസ്റ്റോണിഷ് എന്ന് പറയുന്ന വെർബ് നമ്മൾ എപ്പോഴും പാസീവ് ഫോമിലേ ഉപയോഗിക്കത്തുള്ളൂ. അങ്ങനെ ഇവിടെ പാസീവ് ഫോമിൽ വന്നിരിക്കുന്ന ഏതൊക്കെയാണ്? സിയും അതുപോലെ ബിയുമാണ്. അതായത് പാസീവ് ഫോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബി പ്ലസ് V3 അല്ലെ? ബി പ്ലസ് V3 എന്നുള്ളതാണ് പാസീവ് ഫോം എന്ന് പറയുന്നത്. ഇപ്പൊ ബി ഫോം ആദ്യം വരണം, പിന്നെ V3. ഈ തന്നിരിക്കുന്നത് വാസും വേറെ എന്താണ്? ബി ഫോംസ് ആണ്. അതിനുശേഷം അസ്റ്റോണിഷ്ഡ് എന്ന് പറയുന്ന V3 ഫോം വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ വാസ് അസ്റ്റോണിഷ്ഡ് ആണോ, വേർ അസ്റ്റോണിഷ്ഡ് ആണോ? അതെന്തിനെ ആശ്രയിക്കും? സബ്ജക്റ്റിനെ ആശ്രയിക്കും. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വാസും, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വേർ. ഇവിടെ മൈ ഫ്രണ്ട് എന്ന് പറയുന്ന സംഭവം സിംഗുലർ ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതാം? വാസ് അസ്റ്റോണിഷ്ഡ് എന്നുള്ളത് ആൻസർ ആയിട്ട് എഴുതും. ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. വാസ് അസ്റ്റോണിഷ്ഡ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. ഷീല ഇസ് നോട്ട് ഡാഷ് ആസ് ഹെർ സിസ്റ്റർ. അപ്പൊ ഇത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അതായത് ഇവിടെ പോസിറ്റീവ് ഡിഗ്രി ആണോ, സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണോ, കമ്പാരിറ്റീവ് ഡിഗ്രി ആണോ വേണ്ടതെന്നാണ് ചോദ്യം. നമുക്ക് ടാളർ ദാൻ എന്നൊക്കെ പറയുന്നതാണ് കമ്പാരിറ്റീവ് ഡിഗ്രിയും, ടാളസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയും, അസ്റ്റാൾ എന്നൊക്കെ പറയുന്നത് പോസിറ്റീവ് ഡിഗ്രിയുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കിങ്ങനെ അസ് വരികയാണെങ്കിൽ, ഡാഷിന് ശേഷം അസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഡാഷിന് മുമ്പും എന്ത് വരണം? അസ് വരണം. പിന്നെ അതായത് അസ് പ്ലസ് അസോ അല്ലെങ്കിൽ സോയോ. ഓക്കെ, അസ് അല്ലെങ്കിൽ സോ പ്ലസ് പോസിറ്റീവ് ഡിഗ്രിയിലുള്ള അഡ്ജക്റ്റീവ്, പിന്നെ അതിനുശേഷം അസ്, ഇങ്ങനെ വരത്തുള്ളൂ. സോ അല്ലെങ്കിൽ അസ് പ്ലസ് പോസിറ്റീവ് ഡിഗ്രിയിലുള്ള അഡ്ജക്റ്റീവ്, പിന്നെ അസ്, ഈ തരത്തിലാണ് വരേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ അസ് ഉണ്ട്. അസ് ടാൾ എന്ന് പറയുമ്പോൾ അസ് വന്നു, പിന്നെ ടോൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിഗ്രിയാണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എങ്ങനെ ആയിരിക്കും? ഈ പറയുന്ന പോലെ ഷീസ് നോട്ട് അസ് ടാൾ ആസ് ഹെർ സിസ്റ്റർ എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത 20 rupees ഡാഷ് നോട്ട് എ ലാർജ് സം. ഇത് നമ്മൾ പലപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 20 rupees എന്ന് പറയുമ്പോൾ ഇതൊരു സമ്മാണ്. സമ്മിന്റെ സമ്മൊക്കെ വരുമ്പോൾ അതിനുശേഷം നമ്മൾ എപ്പോഴും സിംഗുലർ ആയിട്ടുള്ള വെർബേ ഉപയോഗിക്കാവും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് സിംഗുലർ എന്ന് പറയുമ്പോൾ ഈസ് ആണ്. ഓക്കെ, ഈസ്. അപ്പൊ ചോദിക്കും വില്യം ഷാളും വരത്തില്ലേ എന്ന്. വില്യം ഷാളും വരണമെങ്കിൽ അവിടെ ഒരു ബി എന്ന് വേണമായിരുന്നു. ഇവിടെ ഒരു ബി എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നെങ്കിൽ, ഡാഷിന് ശേഷം ബി എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വില്ലോ ഷാളോ ഉപയോഗിക്കാമായിരുന്നു. ആ ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ നമുക്ക് ഉള്ളത് സിംഗുലർ ആയിട്ടുള്ള സംഭവമായി ഈസ് ആണ്. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈസ് ആയിരിക്കും. 20 rupees ഈസ് നോട്ട് എ ലാർജ് സം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.